നിങ്ങളെല്ലാവരും കുടുംബക്കാരും കൂടപ്പിറപ്പുകളാ. നിങ്ങൾ എത്ര വഴക്കും ബഹളുണ്ടാക്കിയാലും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ സംസാരിച്ചാലും, എൻ്റെ സഹോദര ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, എന്തെങ്കിലും ഒരു കുടുംബ ബന്ധം നിങ്ങൾ തമ്മിലില്ലേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കുടുംബ ബന്ധമില്ലേ? നിങ്ങൾ കൂടപ്പിറപ്പുകളല്ലേ? നിങ്ങൾ നാട്ടുകാരല്ലേ? നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളല്ലേ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചർച്ചകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഫിത്തനയും ഫസാദും തമ്മിലടിയും ഒരു മഹല്ല് തകർത്ത് കളയുന്ന പരിപാടികൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് ചിന്തിക്കടോ, നന്മയുടെ കൂടെ നിൽക്ക്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? എവിടെ നോക്കിയാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അത് ആരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്നാകണം, ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഒന്ന് പൊരുത്തം ചോദിക്കാൻ പോലും അവസരം കിട്ടൂല. ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് ഇന്നലെ മരണപ്പെട്ടു പോയത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെപ്പോലെ വഴുതു പറയുന്ന, രാത്രി വഴുതു കഴിഞ്ഞു, വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് വീട്ടിലേക്കെത്തി, പടച്ചവനെ അല്പനേരം കിടന്നുറങ്ങി, സുബഹിൻ്റെ ബാങ്ക് വിളിച്ചു, എഴുന്നേറ്റ് നിസ്കരിച്ചു, പെട്ടെന്ന് വയ്യ എന്ന് പറഞ്ഞൊന്ന് താഴേക്ക് വീണു. ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഒന്ന് പൊരുത്തം ചോദിക്കാൻ പോലും അവസരം കിട്ടൂല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അൽഹംദുലില്ലാ, പള്ളിയല്ലേ, അള്ളാഹുവിനല്ലേ, ഇബാദത്ത് ചെയ്, നല്ല കാര്യങ്ങൾ ചെയ്യ്, നന്മയുടെ കൂടെ നിൽക്ക്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറ്. എന്നിട്ട് നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മഹല്ലുകൾ, എല്ലാവരും കൂടപ്പിറപ്പുകളാ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ടവരാ. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി അൽഹംദുലില്ലാ പൊരുത്തം ചോദിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ നിസ്കരിക്കുന്ന, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരല്ലേ? എന്നാൽ ഞാനൊരു നിസ്കാരം പറയാം. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ് എടുത്ത് വെച്ചിരിക്കുന്നവരെ, ഞാൻ നിങ്ങൾക്കൊരു നിസ്കാരം പറഞ്ഞു തരാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിസ്കരിച്ചിട്ടുണ്ടോ? മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന് വല്ലാത്ത വേദനയാ. കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദന. വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങള് വിരല് പഴുക്കുകയാണ്, വല്ലാത്ത പ്രയാസമാണ്. ഈ വിരല് മുറിച്ചു മാറ്റണമില്ലെങ്കിൽ പഴുപ്പ് മറ്റുള്ള വിരലുകളിലേക്ക് വ്യാപിക്കാം. അതുകൊണ്ട് വല്ലാത്ത പ്രയാസമാണ്, വിരല് മുറിച്ചു മാറ്റണമെന്ന് ഉറുവ റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറയുകയാ. ഉറുബതങ്ങൾ വലിയ കാര്യമാക്കിയില്ല, നിസാരമാക്കുകയാണ്. പടച്ച റബ്ബേ, ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന്റെ വേദന വല്ലാതെ കൂടുകയാണ്. വൈദ്യന്മാര് രണ്ടാമതും നോക്കിയിട്ട് പറഞ്ഞു, തങ്ങളെ പഴുപ്പ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇനി കാൽപ്പത്തിയാണ് മുറിച്ചു മാറ്റേണ്ടത്, മുറിച്ചു മാറ്റേണ്ടത്. ഇല്ലെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. ഉറുബതങ്ങൾ തയ്യാറായില്ല. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന് വല്ലാത്ത വേദനയായി. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, ഉറുബതങ്ങള് പഴുപ്പ് കാല് മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. ഇനി മുട്ടിന്റെ താഴ്ഭാഗത്ത് വെച്ച് വേണം കാല് മുറിക്കാൻ. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് സമ്മതിക്കുന്നങ്ങള്. അവസാനം ഉറുവ റളിയല്ലാഹു തആല അവിടെ നിന്ന് സമ്മതിക്കുകയാ. പെങ്ങള് കാല് മുറിക്കാൻ അവിടെ നിന്ന് സമ്മതിച്ചപ്പോ വൈദ്യന്മാര് കാല് മുറിക്കാൻ തയ്യാറായി കടന്നു വരികയാണ്. കാല് മുറിക്കുന്നതിന് വേണ്ടി തയ്യാറായി കടന്നു വരികയാണ്. ഉറുബതങ്ങളുടെ കയ്യിലേക്ക് ലഹരി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കള്ള് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കുടിക്കാറ്. ഉറുബതങ്ങൾ പറഞ്ഞു, ഒരിക്കലും ഞാൻ കുടിക്കില്ല. എന്തിനാ കള്ള് കുടിക്കുന്നത്? ഈ ലഹരി എന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്? വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് വെട്ടി മുറിക്കുമ്പോ വല്ലാത്ത വേദനയാ, താങ്ങാൻ പറ്റൂല, പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വേദന അറിയാതിരിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് കുടിക്കാൻ പറയുന്നത്. ഉറുവ റളിയല്ലാഹു തആല പറഞ്ഞു, കള്ളില് ശിഫയില്ലെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും ഞാൻ കുടിക്കൂല. വൈദ്യന്മാര് ചോദിച്ചു, പിന്നെ എങ്ങനാ കാല് മുറിക്കുന്നത്? മോനെ, മരവിപ്പിക്കലില്ലല്ലോ, അനസ്തേഷ്യ കൊടുക്കലില്ലല്ലോ, പടച്ചവനെ കാല് മുറിച്ചു മാറ്റുന്നത് എങ്ങനെയാണ്? വൈദ്യന്മാര് സങ്കടത്തിലായി. അവസാനം ഉറുവ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരേ?
നിങ്ങൾക്ക് എൻ്റെ കാല് മുറിച്ചാ പോരെ, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. ഉറുബതങ്ങളെ പറഞ്ഞു കൊടുത്ത വഴി എന്തെന്നറിയോ? ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാം, ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാം. പടച്ചവനെ, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോ. റളിയല്ലാഹു തആല അവിടെന്ന് പറയുകയാണ്. വൈദ്യന്മാര് സമ്മതിക്കുകയാണ്, ഉറുബതങ്ങൾ ഉതുവെടുക്കുകയാണ്. പടച്ചവനെ നമസ്കരിക്കുന്നതിന് വേണ്ടി വന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടുകയാണ്. റളിയല്ലാഹു തആല ഫാത്തിഹ ഓതുകയാണ്. പടച്ചവനെ സൂറത്ത് പാരായണം ചെയ്യുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അബ്ൻഖുസ് മിൻഹു ഖലീലാ. മഹാനായ റളിയല്ലാഹു തആല നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലാകുമ്പോ പടച്ച റബ്ബേ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റളിയല്ലാഹു തആലാന്റെ ഒരു കാലുണ്ടല്ലോ, വൈദ്യന്മാര് വെട്ടിമുറിക്കുകയാ. അവിടെ നിന്നൊരു കാല് മുറിച്ചെടുത്തു വാപ്പാ. അറിഞ്ഞില്ല ചെറുപ്പക്കാരാ, നിസ്കരിച്ചു കൊണ്ടിരുന്ന റളിയല്ലാഹു തആല അറിയുന്നില്ല, ഒരു കാല് വെട്ടിമുറിച്ചിട്ടറിയുന്നില്ല. ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്, ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്. പടച്ചവനെ, പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. എന്ത് മരുന്ന് ചെയ്തിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയുമോ? പെട്ടെന്ന് എണ്ണ നിൽക്കാൻ, പെട്ടെന്ന് രക്തം നിൽക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയുമോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാ. സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. ആ തിളപ്പിച്ച എണ്ണ കൊണ്ട് വന്നിട്ട് മുറിവിലേക്ക് മുക്കിയാ പെട്ടെന്ന് ബ്ലഡ് വരുന്നത് നിൽക്കുമടോ. അതുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന റളിയല്ലാഹു തആലാന്റെ ഒരു കാലുണ്ടല്ലോ, ആ കാലിലേക്ക് സൈത്തെണ്ണ തിളപ്പിച്ച് മുക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഉറുബതങ്ങൾ അറിയുന്നില്ല. തിളച്ച എണ്ണ മുക്കിയിട്ട് റളിയല്ലാഹു തആല അറിയുന്നില്ല. കാരണം എന്തെന്നറിയുമോ? ഒരായത്തിങ്ങനെ ആവർത്തിച്ച് 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 ഓതുകയാണ്. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്ത്. ഈ ആയത്താണ് എണ്ണ മുക്കുമ്പോൾ പാരായണം ചെയ്യുന്നത്. എങ്ങനെ അറിയാനാണ്? എങ്ങനെ അറിയാനാണ്? അവസാനം റളിയല്ലാഹു തആല ബോധം കെട്ട് താഴെ വീഴുകയാ. വൈദ്യന്മാര് മരുന്ന് വെച്ച് കെട്ടി. അവർക്ക് സങ്കടമായടോ, കാല് മുറിച്ചത് റളിയല്ലാഹു തആല അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് പറയുന്നത്? പറയുമ്പോ സങ്കടം വന്നാലോ? അങ്ങനെ വൈദ്യന്മാര് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ ഓടി വരികയാണ്. എവിടെ ഉറുബതങ്ങളെ വിട്, എവിടെ ഉറുബതങ്ങളെ വിട്. എന്തിനാണ് ഉറുബതങ്ങളെ തിരയുന്നതെന്നറിയോ? തന്റെ ഏറ്റവും ചെറിയ മകന് കുതിരയുടെ കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ. തന്റെ പൊന്നാര മകനും മരിച്ച വാർത്തയുമായിട്ടാണ് കുടുംബക്കാരൻ വന്നിരിക്കുന്നത്. രണ്ട് സങ്കടം ഒരുമിച്ചായി, രണ്ട് സങ്കടം ഒരുമിച്ചായി. റളിയല്ലാഹു തആലാന്റെ ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ അങ്ങയുടെ കാല് നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ മുറിച്ചു മാറ്റി തങ്ങളെ. അതാ ഉറുബതങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഉറുബതങ്ങളുടെ
മക്കളുടെ മറുപടിയാണ്. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. തങ്ങളെ അങ്ങയുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, അവിടെ നിന്നും മരണപ്പെട്ടിരിക്കുന്നു തങ്ങള്. ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. വൈദ്യന്മാർക്ക് വല്ലാത്ത അത്ഭുതമായി. സങ്കടമില്ലേ തങ്ങള്? എന്തിനാണ് അൽഹംദുലില്ലാഹ് പറയുന്നത്? ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? രണ്ട് കാലില്ലാത്ത എത്രയോ പേരുണ്ട്, ഇഴഞ്ഞു നടക്കുന്നവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു രണ്ട് കാല് തന്നിട്ട് രണ്ടും എടുത്തില്ലല്ലോ, ഒരെണ്ണം ബാക്കി വെച്ചല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു 7 മക്കളെ തന്നിട്ട് 6 തിരിച്ചു തന്നില്ലേ? ഒരെണ്ണത്തെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങള് പറഞ്ഞ മറുപടി ഇതാണ്. കുറച്ച് കഴിയുമ്പോ ഉർവതങ്ങളിരുന്ന് കരയുകയാ. ഉർവതങ്ങളിരുന്ന് വല്ലാതെ കരയുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, തങ്ങള് കാല് മുറിച്ച് മാറ്റിയെന്ന് പറഞ്ഞപ്പോ ഇതുപോലെ കരഞ്ഞില്ലല്ലോ. പൊന്നാര മകന് മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോ ഇതുപോലെ അങ്ങ് സങ്കടപ്പെട്ടില്ലല്ലോ. പിന്നെ എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, ഇനി പഴയതുപോലെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല. വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്യാൻ കഴിയില്ല. ഒറ്റക്കാലനായി പോയല്ലോ. പടച്ചവനെ, നിസ്കാരം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലാണ് കരഞ്ഞതെന്ന് പറയുമ്പോ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന മുസ്ലിമേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവതങ്ങളുടെ കാല് മുറിച്ചിട്ടെറിഞ്ഞില്ല, സൈത്തണ്ണ തിളപ്പിച്ചു കൊണ്ടുവന്ന് മുക്കിയിട്ടെറിഞ്ഞില്ല. അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. ഞാനും നിങ്ങളും നിസ്കരിക്കുമ്പോ ഒരു കൊതുക് പറന്നുപോയാൽ, റളിയല്ലാഹു തആല നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് മഹാനവറുകൾ അറിഞ്ഞില്ല. ഞാന് നിസ്കരിക്കുമ്പോൾ ഒരു കൊതു മൂളിയിട്ട് പോയാൽ ഞാൻ അറിയും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കൊതുവിൻ്റെ പാട്ട് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിസ്കരിക്കുമ്പോൾ. നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എടോ, ഇതിനാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ കൈപിടിച്ചിട്ട് സ്വർഗത്തിലാണെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വക്കത്ത് നിസ്കരിച്ച ആരുണ്ട്? ഒരു ഉറുമ്പ് കടിച്ചറിയും. നമ്മളൊരു ഉറുമ്പ് കടിച്ചറിയും. ഒരു കൊതുവിന്റെ ശബ്ദം പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സഹോദര, അതിനല്ല നിസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വലിയ പള്ളി 3 നിലയുണ്ട്. കമ്മിറ്റിക്കാർ വിളിച്ചിട്ട് കേറുസ്താദെ എന്നുകൊണ്ട് കാണിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് അൽഹംദുലില്ലാ മനോഹരമായ പള്ളിയൊക്കെ പണിതു. എടോ, പള്ളിയൊക്കെ പണിയാൻ എല്ലാരെ കൊണ്ടും പറ്റും. പള്ളി പണിയാൻ എല്ലാരെ കൊണ്ട് പറ്റും. പക്ഷെ നാളെ അസർ മുതൽ ആ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയുണ്ട്, പള്ളി കെട്ടാൻ പറ്റും. പക്ഷെ പള്ളിയോട് ചില കടമകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. അതിൽ പെട്ടതാണ് പള്ളി അലങ്കരിക്കേണ്ടത് ലൈറ്റും ഫാനും AC-യും അല്ലെങ്കിൽ വലിയ 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 ആഡംബരങ്ങൾ കാണിച്ചിട്ടല്ല. അതൊക്കെ വേണം, വേണ്ടാന്നൊന്നും ഞാൻ പറയണില്ല. ഉസ്താദ് വന്നിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം വിമർശിച്ചിട്ട് പോയിന്നല്ല. ഞാൻ ജോലി ചെയ്യുന്ന പള്ളി ഇതിനേക്കാളും വലിയ, അവിടെ വന്ന് നോക്കിയിട്ടാ ഇവർ വന്നേ. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വന്ന് നോക്കിയിട്ടാ ഇതൊക്കെ പണിതൊന്ന് അവിടെ നിന്ന് എങ്ങനെ പണിയണമെന്നൊക്കെ വന്ന് നോക്കിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളി ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാൻ കഴിയണം. ഒരു കാര്യം നിങ്ങൾ അറിയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞാൽ ഈ നാട്ടുകാരറിയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഉള്ളതാ പറഞ്ഞത്. പള്ളിക്കകത്ത് നാളെ വേണമെങ്കിൽ ഇവിടെ ഇടിയുത്തിയ ആളായിരിക്കും.
പക്ഷെ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിയും, ഈ പള്ളിയുടെ പരിസരത്തുള്ളവർ മുഴുവനും അറിയും അതിൻ്റെ പ്രയാസം എന്താണെന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാനാ കടന്നു വരുന്നത്. ഇബാദത്തുകൾ അധികമായിട്ട് നിസ്കരിക്കുക സഹോദര. കേവലം ഫർളുകൾ മാത്രം, അത്രയേ ഉള്ളൂ. ഫർളുകൾ മാത്രമല്ല, ഈ ഫർളിന്റെ പിമ്പുമുള്ള ഒരുപാട് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കണം. അതാണ് സുജൂദുകൾ അധികരിപ്പിക്കുക എന്ന് പറയുന്നത്. അധികമായിട്ട് നമ്മൾ സുന്നത്ത് തഹജ്ജുദ് നിസ്കരിക്കാം, ളുഹാ നിസ്കരിക്കാം, തസ്ബീഹ് നിസ്കരിക്കാം, അൽഹംദുലില്ലാഹ്, ഏതെല്ലാം നിസ്കാരങ്ങൾ. ആ സുന്നത്ത് നമസ്കാരങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫർള് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റുമടോ? പള്ളിയിൽ ചെന്ന് 5 നേരം നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ട് കഴിയുമടോ? എന്നാ ഈ സദസ്സിലിരിക്കുന്നവരോട് 5 വഖത്ത് നിസ്കരിച്ചവര് കൈപൊക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അധികം പേരും കൈപൊക്കുമടോ? നിങ്ങൾ അധികം പേരും കൈപൊക്കുമടോ? എന്നാ പടച്ചവനെ, വെളുപ്പാങ്കാലത്ത് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചവര് കൈപൊക്കാൻ പറഞ്ഞാ സുബ്ഹാനല്ലാഹ്, കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ, കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ. എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയില്ല വാപ്പാ, എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല പെങ്ങളെ, എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ, നീ ആരാണെന്നറിയോ? നിന്റെ സ്ഥാനം എന്തെന്നറിയോ ഉമ്മ? അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു ഉമ്മ. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കേ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. കാരണം തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഭാര്യ അറിയില്ല, മക്കളറിയില്ല, നാട്ടുകാരറിയില്ല, പടച്ചവനെ ഒരാളും അറിയില്ല. നീ രാത്രിയിൽ 2 മണിക്ക് 3 മണിക്ക് നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അല്ലാഹുവല്ലാതെ വേറെ ആരും അറിയില്ല. പടച്ചവരെ, ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ്, ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ്. പടച്ചവനെ, ഒരാടിന് പാല് കറക്കുന്ന സമയമെങ്കിലും പടച്ചവനെ നീ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂറെന്ന് പറയുന്ന കാഹളത്തിൽ 2ാമത് മോതുമ്പോ പടച്ചവനെ, പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ നഗ്നരായിട്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമല്ലോ. എല്ലാവരും പേടിച്ച് വിറച്ച് തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാണ്, എല്ലാവരും കരയുകയാണ്. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹോദരാ, 2 പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. 2 വിഭാഗം ആൾക്കാരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അവര് തല ഉയർത്തി പിടിച്ചാണ് നടക്കുന്നത്. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ തല ഉയർത്തി പിടിച്ച് വരുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? നിങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോ, ഈ നാട്ടുകാർ മുഴുവനും കിടന്നുറങ്ങുമ്പോ, ആ 3 മണിക്ക് 2 മണിക്ക് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന വാപ്പാ, ദുനിയാവിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നീ തല ഉയർത്തിപ്പിടിച്ച് കടന്നു വരികയാണ്, നീ തല ഉയർത്തിപ്പിടിച്ച് കടന്നു വരികയാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ആ തഹജ്ജുദ് നിസ്കരിച്ച മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുകയാ. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ,
അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. രണ്ടാമത്തെ പ്രതിഫലം, തഹജ്ജുദ് നിസ്കരിച്ചവന്റെ തല നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ തഹജ്ജുദ് നിസ്കരിച്ചത് നീയും അല്ലാഹുവും അറിഞ്ഞുള്ളൂ, നീയും അല്ലാഹുവും മാത്രമേ അറിഞ്ഞുള്ളൂ, വേറെ ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് നാളെ അല്ലാഹുടെ കോടതിയിൽ ചെല്ലുമ്പോൾ നിന്റെ തല ഉയർന്നു നിൽക്കും. രണ്ട്, നിന്നെ അല്ലാഹു വിളിച്ചിട്ട് പറയും, ഇന്ന് നിനക്ക് ഹിസാബില്ല, ഇന്ന് നിനക്ക് വിചാരണയില്ല, നീ തഹജ്ജുദ് നിസ്കരിച്ചവനാ, നീ ആ കാണുന്ന സ്വർഗത്തിലേക്ക് കടന്നുപൊക്കോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നിന്നെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതാണ് രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം, അതാണ് രാത്രിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം. അതുകൊണ്ടാ പറയുന്ന നിസ്കരിക്കാൻ. റമളാൻ വരുന്നു, 30 ദിവസവും രാവിലെ അലാറം വെച്ചിട്ട് കാനടിക്കാൻ എഴുന്നേക്കും. അയൽവാസിയോട് പറയും, എൻ്റെ വീട്ടിൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ വിളിക്കണം. എന്തായാലും എഴുന്നേക്കുമല്ലോ. ആ എഴുന്നേക്കുന്ന സമയം ഒരു 2 റക്അത്ത് നിസ്കരിച്ച് തയ്യാറായിക്കോ. നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു, നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്ക്. എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ. അൽഹംദുലില്ലാ, റമളാനൊക്കെ വരുന്നു, ഒരുപാട് നമുക്ക് നിസ്കരിക്കാൻ കഴിയും. നമ്മുടെ അലസതയും മടിയൊക്കെ മാറും. തറാവീഹ് നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, ദുഹാ നിസ്കരിക്കുന്നു, തസ്ബീഹ് നിസ്കരിക്കുന്നു, അൽഹംദുലില്ലാ തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഓരോ ഫർളിന്റെയും മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുന്നു. ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായി നബിതങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ നബിതങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന ദിവസവും അവസാനത്തെ വഖത്തും നിസ്കരിച്ചിട്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.